Hi all, welcome to this video. This video shows some important examples of group. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഗ്രൂപ്പ് എന്ന് കണ്ടു. ഗ്രൂപ്പ് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. an algebraic system is said to be group if the following conditions are satisfied. ഒരു 4 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഓപ്പറേഷൻ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് എ എന്ന് പറഞ്ഞ നോൺ എംപ്റ്റി സെറ്റിൽ 2 എലമെൻറ്റ്സ് ആണ്, എയും ബിയും. എയും ബിയും സ്റ്റാർ ചെയ്യുമ്പോൾ അത് നമ്മുടെ എ എന്ന സെറ്റിൽ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ ഉള്ളിൽ പ്ലസ് 2+3 ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റിജർ തന്നെയാണ് കിട്ടുക. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ അസോസിയേറ്റീവ് ഓപ്പറേഷൻ. അസോസിയേറ്റീവ് ഓപ്പറേഷൻ നമുക്കറിയാം എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അതാണ് നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. നെക്സ്റ്റ് വണ്ണാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ആണെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആയിരിക്കണം. ഇപ്പം നമ്മുടെ അഡീഷൻ്റെ കേസിലാണ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൽ അഡീഷൻ്റെ കേസിൻ്റെ ഉള്ളിൽ നമുക്ക് സീറോ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. നമ്മൾ സീറോൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും ആ നമ്പർ തന്നെയാണ് കിട്ടുക. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. അവിടെ നമുക്ക് സീറോ എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ട്. അവിടെ സീറോ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 1 ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുക. പക്ഷേ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും റിസൾട്ട് കിട്ടുക. പിന്നെ ഉള്ളതാണ് നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവേഴ്സ്. ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ടാവണം. ഇപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ കേസാണെങ്കിൽ നമ്മുടെ സീറോ എന്ന് പറയാൻ നിൽക്കുന്നതാണ്, സീറോ ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇപ്പോൾ ഇൻവേഴ്സ് ഇപ്പോൾ 3 ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ -3 അതാണ് ഇതിൻ്റെ ഇൻവേഴ്സ്. 2 എടുക്കുകയാണെങ്കിൽ -2 ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സായിട്ട് വരാം. ഇപ്പോൾ എ ആണെങ്കിൽ -a അതായിരിക്കും ഇൻവേഴ്സ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടീസൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സെറ്റ് നമുക്ക് ഗ്രൂപ്പാണെന്ന് പറയാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കൂടി ഒരു ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്ത്. അതുപോലെ മോണോയിഡ് എന്ന കൺസെപ്റ്റ് കണ്ടു, സെമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റുകൾ കണ്ടു. സെമി ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 2 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുക. മോണോയിഡ് മീൻസ് ഫസ്റ്റ് 3 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുക. ഗ്രൂപ്പ് മീൻസ് ഫസ്റ്റ് 4 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുക. പിന്നെ ഒരു അബീലിയൻ ഗ്രൂപ്പ് ഉണ്ട്, അതായത് നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ് ആവും. അതാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഷോ ദാറ്റ് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ്. നോൺ സീറോ ആണ്, അതായത് 0 ഇല്ല. റിയൽ നമ്പേഴ്സിൽ തന്നെ 0 പാടില്ല. 0 ഇല്ലാണ്ട് ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും ഇസ് എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് നോക്കാം. 6 എന്ന് പറഞ്ഞ സെറ്റ് എടുത്തു, നോൺ സീറോ റിയൽ നമ്പേഴ്സ്. എയും ബിയും സിയും ഏതെങ്കിലും 3 എലമെൻറ്റ്സ് എടുത്തു. നമുക്കറിയാം ഒരു റിയൽ നമ്പേഴ്സ് 2 റിയൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ സീറോ റിയൽ നമ്പേഴ്സ് ഈസ് അഗെയിൻ എ നോൺ സീറോ റിയൽ നമ്പർ ആണ്. അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് അസോസിയേറ്റീവ് ആണ്. അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് ആണ്, അതായത് 1 സ്റ്റാർ 2 സ്റ്റാർ 3 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 1 × 2 × 3 ഈക്വൽ ടു 1 × 2 × 3 ആണ്. അപ്പോൾ ഇവിടെ ആ ഓർഡറിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. മീൻസ് ആ ബ്രാക്കറ്റ് ഫസ്റ്റ് ഏത് പെർഫോം ചെയ്താലും പ്രശ്നമില്ല, കാരണം എല്ലാം സ്റ്റാർ തന്നെയാണ് ഓപ്പറേഷൻ. അപ്പോൾ ഏത് പെർഫോം ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതായത് A.B.C ഈക്വൽ ടു A.B.C ആണ്. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി പറയുന്നത് എ സ്റ്റാർ ഇ ഈക്വൽ ടു എയും ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്നാണ്. അപ്പോൾ ഇവിടെ 1 ബിലോങ്സ് ടു ആർ സ്റ്റാർ ആണ്, അതായത് ആർ സ്റ്റാർ മീൻസ് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അവിടെ 0 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇല്ല. അപ്പോൾ 1 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഉണ്ട്. അപ്പോൾ A.1 ഈക്വൽ ടു എ.
ആകെ ഇവിടെ ഒരു പ്രശ്നം വരെ 0 ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ മൾട്ടിപ്ലിക്കേഷൻ്റെ ഉള്ളിൽ. പക്ഷെ ഇവിടെ 0 ഇല്ല. അപ്പോൾ 0 ഇല്ലെങ്കിൽ 1 എന്ന് പറയാൻ നിൽക്കുന്നത് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഏതൊരു നമ്പറും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഇതിൻ്റെ ആയിരിക്കും കിട്ടാം. അപ്പോൾ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/a ആയിരിക്കും. അപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അപ്പോൾ ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാൻ നിൽക്കുന്നത് 1/a ആണ്. അപ്പോൾ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടിയും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാം. പിന്നെ അബീലിയൻ ഗ്രൂപ്പാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം റിയൽ നമ്പേഴ്സാണ്, നോൺ സീറോ റിയൽ നമ്പേഴ്സാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ഇറ്റ് ഈസ് എ അബീലിയൻ ഗ്രൂപ്പ്. Since all the properties of abelian groups are satisfied, such as closure property, associative property, identity, inverse, and last one commutative property. So set of non-zero real numbers എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ഇനി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്തു, നോൺ സീറോ അല്ല, അതായത് അതിൽ സീറോയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയണമെങ്കിൽ സീറോയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രൂപ്പല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സീറോ എന്ന് പറയുന്നത് ഒരു എലമെൻ്റാണ്. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്, അത് ഓക്കെയാണ്. അസോസിയേറ്റീവ് ആണ്, അതും ഓക്കെയാണ്. പക്ഷേ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമുക്കറിയാം, നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആയിട്ടാണ് നേരത്തെ കേസിലെടുത്തത്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 എന്ന് എടുത്തു. അപ്പോൾ നമ്മൾ 0.1 സീറോ എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആയിട്ട് എടുത്തു. 0.1 ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. നമുക്ക് 0.1 ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഇത് ഈ പ്രോപ്പർട്ടി നമുക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 0ൻ്റെ ഇൻവേഴ്സ് 0.1 ഈക്വൽ ടു 0 അത് ഓക്കെയാണ്. പക്ഷെ 0ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 0/0. ഇപ്പോൾ 0 എയും അതിൻ്റെ ഇൻവേഴ്സും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ആ 1 നമുക്കിവിടെ കിട്ടണില്ല. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻവേഴ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണില്ല. ഇൻവേഴ്സ് പ്രോപ്പർട്ടി പറയുന്നത് A ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ 0.0 ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് 0 എന്നാണ് കിട്ടുക, ഒരിക്കലും 1 നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ ഇത് ഗ്രൂപ്പ് അല്ല. അതെന്ന് പറയുന്നത് മോണോയിഡ് ആണ്, പക്ഷെ അത് ഗ്രൂപ്പ് അല്ല. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് സെഡ് സ്റ്റാർ ബി എൻ ആൾജിബ്രായിക് സ്ട്രക്ചർ വെർ സെഡ് ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. പിന്നെ ബൈനറി ഓപ്പറേഷൻ, ഇവിടെ പ്ലസും അതുപോലെ ഡോട്ട് മൈനസ് ഡിവിഷനൊന്നുമല്ല, ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ. ഈ സ്റ്റാർ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് n*m ഈക്വൽ ടു മാക്സിമം ഓഫ് nm. 2 നമ്പേഴ്സ് എടുത്തു, അതിൻ്റെ മാക്സിമമാണ് ബൈനറി ഓപ്പറേഷനായിട്ട് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലാവും. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മാക്സിമം ഓഫ് nm. അതാണ് അവിടെ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് സെമി ഗ്രൂപ്പ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സെമി ഗ്രൂപ്പ് ആണെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് പ്രോപ്പർട്ടി നമ്മൾ നോക്കാം. സെമി ഗ്രൂപ്പ് ആണോ നോക്കണം, മോണോയിഡ് ആണോ എന്നും നോക്കണം. നമ്മളിത് ഇതാണോ നോക്കണം, ക്ലോസ്ഡ് ആണോ നോക്കണം. അപ്പോൾ ഇവിടെ എയും ബിയും സി എന്ന് പറഞ്ഞ ഒരു 3 ഇൻറ്റിജേഴ്സ് എടുത്തു. ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് A*B എന്ന് പറയുന്നത് മാക്സിമം ഓഫ് AB. നമുക്ക് 2 ഇൻറ്റിജേഴ്സ് എടുത്തു, അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് എന്തായാലും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ എടുത്തു, 5 എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ എടുത്തു. ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 5 ആണ്. എപ്പോഴും ഒരു ഇൻറ്റിജർ തന്നെയാണ് കിട്ടുക. Maximum of 2 integers is an integer. So closure property is satisfied. നെക്സ്റ്റ് വേണ്ടത് അസോസിയേറ്റിവിറ്റി ആണ്. നമുക്കറിയാം മാക്സിമം A*B മീൻസ് മാക്സിമം ഓഫ് AB. അതിൻ്റെ കൂടെ സ്റ്റാർ C ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഓഫ് ABC കിട്ടും. ഇത് തന്നെയാണ് A*B*C. ദാറ്റ് മീൻസ് മാക്സിമം ഓഫ് A, മാക്സിമം ഓഫ് BC. അപ്പോൾ അത് ചെയ്യുമ്പോൾ മാക്സിമം ഓഫ് ABC തന്നെയാണ് കിട്ടുക. അപ്പോൾ അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് രണ്ടും പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെമി ഗ്രൂപ്പാണ്. സെമി ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് 2 മതി. ഞാൻ നേരത്തെ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമി ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. മോണോയിഡ് ആണെങ്കിൽ എക്സ്ട്രാ ഐഡൻറ്റിറ്റി എലമെൻറ്റും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാണെന്ന് നോക്കണം. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ A സ്റ്റാർ E ഈക്വൽ ടു എ തന്നെ ആയിരിക്കണം. A സ്റ്റാർ E ഈക്വൽ ടു എ തന്നെ ആയിരിക്കണം. ദാറ്റ് മീൻസ് മാക്സിമം ഓഫ് AE എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കണം. അപ്പം ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം ഓഫ് AE, അപ്പോൾ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം മാക്സിമം ഓഫ് AE ഈക്വൽ ടു എ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരിക്കലും പോസിബിൾ. E എന്ന് പറയുന്നത് ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കണം. ഈ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് -∞ ആണ്. അപ്പോൾ നമുക്ക് -∞ ഒരിക്കലും നമുക്ക് ഒരു ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയാൽ മാത്രമേ മാക്സിമം ഓഫ് AE എന്ന് പറയാൻ നിൽക്കുന്നത് എ ആവുള്ളൂ. അപ്പോൾ -∞ ഒരിക്കലും നമുക്കൊരു ഇൻറ്റിജറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു മിനിമം എലമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റിജർ ഇല്ല, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ല. അങ്ങനെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലെങ്കിൽ ഇത് 2 പ്രോപ്പർട്ടി മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മോണോയിഡ് അല്ല, സെമി ഗ്രൂപ്പ് മാത്രമാണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് എസ് ഈസ് എ മോണോയിഡ് ആണെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി, പിന്നെ ലാസ്റ്റ് വൺ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇപ്പോൾ ഇവിടെ മോണോയിഡ് അണ്ടർ ദ ഓപ്പറേഷൻ കോൺകാറ്റിനേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. 2 സ്ട്രിങ് കോൺകാറ്റിനേഷൻ മീൻസ് 2 സ്ട്രിങ് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് കൊടുത്തു, എൻ്റെ ഉള്ളിൽ ഹലോ എന്ന് കൊടുത്തു, ബീൻ്റെ ഉള്ളിൽ വേൾഡ് എന്ന് കൊടുത്തു, ബീൻ്റെ ഉള്ളിൽ വേൾഡ് എന്ന് കൊടുത്തു. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്, ബി എന്ന് പറഞ്ഞ സ്ട്രിങ്, സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ് ആണ് നമ്മുടെ എസ് എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞ സ്ട്രിങ്, ബി എന്ന് പറഞ്ഞ സ്ട്രിങ്, ഇത് കോൺകാറ്റിനേഷൻ ചെയ്യുക, അതായത് മെർജ് ചെയ്യുക, കമ്പൈൻ ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. 2 സ്ട്രിങ് കമ്പൈൻ ചെയ്ത് കിട്ടിയാലും അതൊരു സ്ട്രിങ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കോൺകാറ്റിനേഷന് ഞാൻ ഒരു സിമ്പിൾ പ്ലസ് സിമ്പിൾ വെച്ച് ഡിനോട്ട് ചെയ്തു. S1 S2 S3 എന്ന് തന്നെ 3 സ്ട്രിങ്സ് എടുത്തു. ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, കാരണം കോൺകാറ്റിനേഷൻ ഓഫ് 2 സ്ട്രിങ്സ് ഈസ് അഗൈൻ എ സ്ട്രിങ്, സോ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ക്ലോഷർ പ്രോപ്പർട്ടി. ദെൻ അസോസിയേറ്റിവിറ്റി, കോൺകാറ്റിനേഷൻ ഓഫ് സ്ട്രിങ് ഇസ് അസോസിയേറ്റിവിറ്റി, കാരണം നമുക്കിപ്പോൾ ഹലോ വേൾഡ് എന്ന് എടുത്തു, ഇവിടെ ഹലോ വേൾഡ് സി എന്ന് കൊടുത്തു. ഇത് എ എന്ന് പറഞ്ഞൊരു സ്ട്രിങ്, ഇത് ബി എന്ന് പറഞ്ഞൊരു സ്ട്രിങ്, ഇത് എസ് എന്ന് പറഞ്ഞ സ്ട്രിങ്. അപ്പോൾ ആദ്യം ഈ എയും ബിയും കോൺകാറ്റ് ചെയ്തിട്ട് സിയുടെ കൂടെ ചെയ്യുന്നതും പിന്നെ ബിയും സിയും കോൺകാറ്റ് ചെയ്തിട്ട് എയുടെ കൂടെ ചെയ്യുന്നതും സെയിം തന്നെയാണ്. ഇവിടെ പ്ലസ് മീൻസ് കോൺകാറ്റിനേഷനാണ്, ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇപ്പം നമുക്കൊരു നൾ സ്ട്രിങ് എടുത്തു, ഒരു എംപ്റ്റി സ്ട്രിങ്, അതും ഒരു സ്ട്രിങ് തന്നെയാണ്. ഒന്നും ലെറ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിലും അതൊരു എംപ്റ്റി സ്ട്രിങ് ആണ്. നൾ സ്ട്രിങ് ആണ്, ലാംഡ എന്ന് എടുത്തു. അപ്പോൾ ഒരു സ്ട്രിങ്ങും ലാംഡയും തമ്മിൽ, എംപ്റ്റി സ്ട്രിങ്ങും തമ്മിൽ കോൺകാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് തന്നെയായിരിക്കും കിട്ടുക. ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് എടുത്തു, ഒരു എംപ്റ്റി സ്ട്രിങ് എടുത്തു, രണ്ടും കൂടി മെർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ എന്ന് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇത് മോണോയിഡ് ആണ്. ഇനി ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഒരു സ്ട്രിങ്ങിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതൊരിക്കലും പോസിബിൾ അല്ല. ഒരു സ്ട്രിങ്ങിൻ്റെ ഇൻവേഴ്സും ആ സ്ട്രിങ്ങോടെയും കൂടി കോൺകാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൾ സ്ട്രിങ് ഒരിക്കലും കിട്ടില്ല, അങ്ങനെ ഒരു കേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരിക്കലും ഗ്രൂപ്പ് ആയിരിക്കില്ല. അപ്പോൾ ഇത് മോണോയിഡ് ആണ്, പക്ഷെ ഇത് ഗ്രൂപ്പല്ല. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എം ഈസ് എ സെറ്റ് ഓഫ് ഓൾ നോൺ സിംഗുലാർ മെട്രിസസ് ഓഫ് ഓർഡർ n/n, then show that M is a group with respect to matrix multiplication. Is M star is an abelian group? Justify your answer. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സിൻ്റെ കളക്ഷൻ, മെട്രിക്സുകളാണ് പറയുന്നത്. നോൺ സിംഗുലാർ മെട്രിക്സ്, സിംഗിൾ ഇതല്ല, നോൺ സിംഗുലർ, 0 വരില്ല എന്തായാലും ഇൻവേഴ്സ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പം നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്, ഓർഡർ n/n മെട്രിക്സുകളാണ്. ഇറ്റ് ഈസ് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഗ്രൂപ്പാണോ ചെക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ നമുക്കറിയാം എയും ബിയും സിയും തന്നെ 3 മെട്രിക്സ് എടുത്തു. 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ സിംഗുലാർ മെട്രിക്സ്, ഇതിൻ്റെ വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. 2 നോൺ സിംഗുലാർ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത് തന്നെയായിരിക്കും, ഒരു മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. പിന്നെ അസോസിയേറ്റിവിറ്റി, ഇപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സിയോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. എ ചെയ്ത് കഴിഞ്ഞിട്ട് ബിയും സിയും ചെയ്ത് കഴിഞ്ഞിട്ട് എയുടെ കൂടി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, നമുക്കറിയാം ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ട്. ഇപ്പോൾ 1 0 0 0 1 1 0 0 1 0 0 0 1, ഇത് 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, I3 ആണ്. അങ്ങനെ ഏത് n എടുത്താലും അതിനൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് IN ആണ്. ഇവിടെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ്, ഏതൊരു നോൺ സീറോ മെട്രിക്സ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ട്. നമുക്ക് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. ഒരു മെട്രിക്സ് അതിൻ്റെ ഇൻവേഴ്സോട് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇത് അബീലിയൻ ഗ്രൂപ്പാണെന്ന് ചെക്ക് ചെയ്യാം. അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഹോൾഡ് ചെയ്യുന്നത്. നമുക്കറിയാം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് A സ്റ്റാർ B ഈക്വൽ ടു B സ്റ്റാർ A എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 മെട്രിക്സ്, ഇപ്പോൾ A സ്റ്റാർ Bയും മൾട്ടിപ്ലൈ ചെയ്യുന്നതും B സ്റ്റാർ A മൾട്ടിപ്ലൈ ചെയ്യുന്നതും രണ്ടും 2 ആണ്, സെയിം ഒരിക്കലും ആവില്ല. അപ്പോൾ ഇത് അബീലിയൻ ഗ്രൂപ്പ് അല്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണില്ല. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, പക്ഷേ അബീലിയൻ ഗ്രൂപ്പ് അല്ല. നെക്സ്റ്റ് ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ, ലാസ്റ്റ് വൺ അല്ല, ഒരു 2 എക്സാമ്പിളും കൂടിയുണ്ട്. ഈ ഒരു എക്സാമ്പിളിൻ്റെ ഉള്ളിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്, എല്ലാ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് P/Q ഫോമിലുള്ള നമ്പർ, റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P/Q ഫോമിലുള്ള നമ്പർ ഇത് അബീലിയൻ ഗ്രൂപ്പ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ കോമ്പോസിഷൻ തന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമല്ല. A സ്റ്റാർ B ഈക്വൽ ടു AB/2, ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. പ്ലസ്സോ മൈനസോ അതൊന്നല്ല ഓപ്പറേഷൻ, AB/2 ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് എയും ബിയും 2 എലമെൻറ്റ്സ് എടുത്തു. അപ്പോൾ ഇവിടെ എയും ബി 2 എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ AB/2 എന്നാണ് കിട്ടുക. ഇത് P/Q ഫോമിലുള്ളൊരു നമ്പറാണ്. അപ്പോൾ ഇതൊരു റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ അസോസിയേറ്റിവിറ്റി നോക്കാം. A സ്റ്റാർ B സ്റ്റാർ C എന്ന് പറയുന്നത് AB/2 ഇൻറ്റു C എന്നാണ്. ആദ്യം AB/2 വന്നു A സ്റ്റാർ Bക്ക് ഇൻറ്റു സ്റ്റാർ C, ദാറ്റ് മീൻസ് ABC/4 ആണ്. ഇനി A സ്റ്റാർ B സ്റ്റാർ C, ദാറ്റ് മീൻസ് A സ്റ്റാർ B സ്റ്റാർ C മീൻസ് BC/2 എന്നാണ്. ഇനി ഇത് ചെയ്യുമ്പോൾ ABC/4 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് A സ്റ്റാർ ഈക്വൽ ടു നമുക്ക് ഒരു A തന്നെയാണ് കിട്ടേണ്ടത്. A സ്റ്റാർ ഈക്വൽ ടു A തന്നെയാണ് കിട്ടേണ്ടത്. A സ്റ്റാർ ഈക്വൽ ടു AE/2 എന്നാണ് വരാം. A സ്റ്റാർ ഈക്വൽ ടു A ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ AE/2 ഈക്വൽ ടു A എന്ന് വന്നു. ഇതിൽ നിന്ന് നമുക്ക് E കണ്ടുപിടിക്കാൻ പറ്റും. E ഈക്വൽ ടു E2 ഇങ്ങോട്ടേക്ക് പോവും, 2 ഇൻറ്റു A ബൈ ഈ A ഡിവൈഡ് ചെയ്യാൻ പോയി A. അപ്പോൾ നമുക്ക് കിട്ടും E ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് E ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇൻവേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേഴ്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് A ഇൻറ്റു A ഇൻവേഴ്സ് ഈക്വൽ ടു E എന്നാണ്. നമുക്ക് E എന്ന് പറയുന്നത് ഒരു 2 ആണെന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എയുടെ ഇൻവേഴ്സ് B ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ A സ്റ്റാർ B ഈക്വൽ ടു AB/2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ A സ്റ്റാർ B ഈക്വൽ ടു AB/2 ഈക്വൽ ടു E ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് E ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്നാണ്. ഇവിടെ AB/2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് B നമുക്ക് 4/A എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു റാഷണൽ നമ്പറാണ്. ഇപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ് എന്ന് പറയുന്നത്
4/A ആണ്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്, എല്ലാ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ A*B = AB/2. AB എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് BA/2 which is equal to B*. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഷോ ദാറ്റ് ഇതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, അങ്ങനെ നോൺ സീറോ, സെറ്റ് ഓഫ് നോൺ സീറോ റാഷണൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ നോൺ സിംഗുലർ മെട്രിക്സ്, ഇതൊക്കെ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഗ്രൂപ്പുകളാണ്. നമ്മൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു G എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എടുത്തു, അതിൽ 2 എലമെൻറ്റ്സ് ഉള്ളൂ. അവിടെ 1 - 1 2 എലമെൻറ്റ്സ് ഉള്ളൂ. ഇത് മൾട്ടിപ്ലിക്കേഷനിൽ അബീലിയൻ ഗ്രൂപ്പ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, കോമ്പോസിഷൻ ടേബിൾ വരയ്ക്കാൻ പോവാം. അപ്പോൾ ഇവിടെ 1 1 - 1 1 - 1 2 എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ 1 × 1 ചെയ്യുമ്പോൾ 1 ആയിരിക്കും കിട്ടുക. 1 × -1 ചെയ്യുമ്പോൾ -1 ആയിരിക്കും കിട്ടുക. -1 × 1 ചെയ്യുമ്പോൾ -1 കിട്ടും. -1 × -1 ചെയ്യുമ്പോൾ 1 കിട്ടും. ഇപ്പോൾ ഇത് ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് കുറവായതുകൊണ്ടാണ് കോമ്പോസിഷൻ ടേബിൾ വരച്ചത്. നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പോസിബിലിറ്റി നോക്കണം. A*A നോക്കണം. ഇപ്പോൾ Aയും B 2 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ നോക്കുകയാണെങ്കിൽ A.A നോക്കണം, A.B നോക്കണം, B.A നോക്കണം, B.B നോക്കണം. എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ ടേബിൾ കണ്ടറിയാം. ഇതാണ് നമ്മുടെ റിസൾട്ട് വരേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ 1 - 1 എലമെൻ്റ് ആണ്. ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അസോസിയേറ്റിവിറ്റി നമുക്കറിയാം. ഇത് 2 എലമെൻറ്റ്സ് ആണെങ്കിൽ ഈ 2 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇവിടെ 1 മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിൽ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇവിടെ 1 എക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്കറിയാം 1/A ആണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 മാത്രമേ ഒരു എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ 1/1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/-1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എൻ ഗ്രൂപ്പാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അബീലിയൻ ഗ്രൂപ്പാണ്. സിൻസ് ഈ റിയൽ നമ്പേഴ്സാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ അബീലിയൻ ഗ്രൂപ്പ്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ 4 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്താൽ മതി. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതുപോലെ ഇൻവേഴ്സ്. അതുപോലെ ഫസ്റ്റ് 2 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്താൽ സെമി ഗ്രൂപ്പ് ആവും. ഫസ്റ്റ് 3 മോണോയിഡ് ആവും. ഗ്രൂപ്പിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബീലിയൻ ഗ്രൂപ്പ് ആവും. ഇതാണ് ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ്. അത് മൾട്ടിപ്ലിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ എക്സാമ്പിളിലും ഓരോ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് എക്സാമ്പിൾസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.